नमस्ते, सबको स्वागत। पिछली कक्षा में क्रिया विशेषण के बारे में पढ़ा। क्रिया विशेषण किसे कहते हैं, अर्थ के अनुसार क्रिया विशेषण के कितने भेद होते हैं, इसके बारे में भी पढ़। क्रिया विशेषण किसे कहते हैं? നമ്മൾ പറഞ്ഞു जो अव्यय यह अविकारी शब्द അല്ലെങ്കിൽ അവ്യയം എന്ന് നമ്മൾ പറഞ്ഞു लिंग और वचन के अनुसार परिवर्तन नहीं आता। അവികാരി ശബ്ദത്തിൽ വരുന്നതാണ് നമ്മുടെ ക്രിയാവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? जो अव्यय या अविकारी शब्द क्रिया की कोई विशेषता प्रकट करे उसे क्रिया विशेषण कहते हैं। क्रिया की विशेषता प्रकट कराने वाले शब्दों को क्रिया विशेषण कहते हैं. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു തും വഹാം ബൈട്ടോ. ആ ബൈട്ടോ എന്ന് പറയുന്ന ക്രിയയെ നമ്മളവിടെ വിശേഷിപ്പിച്ചു വഹാം അല്ലെങ്കിൽ യഹാം എന്ന് വെച്ച് നമ്മളവിടെ വിശേഷണം കൊടുത്തു. അതാണ് ക്രിയാവിശേഷം എന്ന് പറയുന്നത്. അല്ല തും ധീരെ ചലോ എന്നുള്ള ക്രിയ നമ്മൾ വിശേഷിപ്പിച്ചു ധീരെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ अर्थ के अनुसार क्रिया विशेषण के कितने भेद होते हैं इसके बारे में पढ़ा. कालवाचक, स्थानवाचक, परिमाणवाचक, रीतिवाचक. അപ്പോൾ 4 प्रकार के भेद होते हैं. 4 തരത്തിലായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാൽവാചകാണ്. കാലവാചക എന്ന് പറയുന്നത് നമുക്കറിയാം काल का बोध होता है. जिन क्रिया विशेषणों से क्रिया के काल का बोध होता है. ഇതാണ് കാലവാചക ക്രിയാവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ പറയാം ആജ്, കൽ, പരസ്വം, അതുപോലെ ജബ്, തബ്, കബ്, അതുപോലെ തന്നെ പ്രതിദിൻ, ദിൻബർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാലവാചക ക്രിയാവിശേഷങ്ങളാണ്. അതായത് ആ സമയത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ ബോധം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു സ്ഥാനവാചക ക്രിയാവിശേഷം പറഞ്ഞു. സ്ഥാനവാചകം എന്ന് പറഞ്ഞാൽ ക്രിയാക്ക് സ്ഥാൻ കാ ബോധം ഹോത്താ ഹെ. ആ സ്ഥാനത്തിൻ്റെ ബോധമുണ്ടാക്കുന്നതാണ് നമ്മുടെ സ്ഥാനവാചക ക്രിയാവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ വഹാം, യഹാം, ജഹാം, അല്ലെ ഇതർ, ഉദർ, കിതർ, ആകെ, പീച്ചെ, ഊപ്പർ, നീച്ചെ, സാമനെ തുടങ്ങിയവയൊക്കെ നമ്മൾ സ്ഥാനവാചക ക്രിയാവിശേഷങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അതിലെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യത്തെ കാലവാചക, സ്ഥാനവാചകം, മൂന്നാമത്തെ നമ്മൾ പരിമാണവാചകം പഠിച്ചു. പരിമാണം എന്ന് പറഞ്ഞാൽ എത്ര, അളവ്, എത്രയാണോ അതിനുള്ള മറുപടി ഇത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ അളവിനെ കാണിക്കുന്നത്. അപ്പോൾ ജിൻ ക്രിയാവിശേഷണം സേ ക്രിയയ്ക്ക് പരിമാൺ കാ ബോധ ഹോത്താ ഹെ. ക്രിയയുടെ ആ അളവ്, ആ ഒരു ബോധമുണ്ടാക്കുന്നത്, എത്ര എന്നുള്ള ആ ബോധമുണ്ടാക്കുന്നതാണ് നമ്മൾ പരിമാണവാചക ക്രിയാവിശേഷം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കമ്മുണ്ട്, ബഹുത്തുണ്ട്, ഇത്ര, ഉത്തന, കിത്തന, ജിത്തന എന്നൊക്കെ പറയുന്നത് കേവൽ, അതുപോലെ തന്നെ തോട, കുച്ച്, യഥേഷ്ട്, കേവൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരിമാണവാചക ക്രിയാവിശേഷൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് രീതിവാചക ക്രിയാവിശേഷണമാണ്. അപ്പോൾ अर्थ के अनुसार क्रियाविशेषण के 4 प्रकार होते हैं. इसमें അതിലെ അവസാനത്തെ ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ രീതിവാചകം എന്ന് പറയുന്നത്. എന്താണ് രീതിവാചക ക്രിയാവിശേഷൻ? जिन क्रियाविशेषणों से क्रिया की रीति का बोध हो उन्हें രീതിവാചക ക്രിയാവിശേഷൻ कहते हैं. ഇപ്പോൾ രീതിവാചക ക്രിയാവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? രീതി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ക്രിയ ചെയ്യുന്ന രീതി, എങ്ങനെ എന്നതിൻ്റെ ഉത്തരമാണ് അവിടെ കിട്ടുന്നത്. ക്രിയ ചെയ്യുന്ന ആ രീതി. അപ്പോൾ ജിൻ ക്രിയാവിശേഷണം സെ ക്രിയാക്ക് രീതി കാ ബോധ ഹോത്താ ഹെ. ആ ക്രിയ ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതാണ് രീതിവാചക ക്രിയാവിശേഷൻ. പോയിൻ്റ് ഇതാണ്, ക്രിയാക്ക് രീതി കാ ബോധ ഹോത്താ ഹെ. ജൈസെ, ഐസെ, കൈസെ, ജൈസെ, തൈസെ, യോം, ക്യോം, धीरे, एकाएक, साथ, उल्टा, धड़ाधड़, फटाफट, झटपट, अवश्य, वस्तुतः, सचमुच, कदाचित, शायद, तदा,
യഥാ, മാനോ, സാക്ഷാത്, സ്വയം, അകസ്മാത്, യോം ഹി, യോ ഹിം, വാസ്തവ് में, विशेषकर, टीक, सच, मत, तो, भी, मात्र, तक, बर, जो, इसलिए, न, नहीं ആദി. ഇപ്പോൾ ഒരുപാട് നമ്മൾ രീതിവാചക ക്രിയാവിശേഷങ്ങൾ ഒരുപാട് ക്രിയാവിശേഷങ്ങൾ പറഞ്ഞു. അതിൽ നമ്മൾ രീതിയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതാണ് രീതിവാചക ക്രിയാവിശേഷം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നമ്മളത് ചോദിക്കുകയാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുകയാണ് ചെയ്യുന്നത്. ഐസേ, കൈസേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടണം. അപ്പോൾ ഐസേ, ജയ്സേ, തൈസേ. അതുപോലെ തന്നെ ഇതിൽ വരുന്നുണ്ട്, രീതിവാചകിൽ വരുന്നുണ്ട്, നമ്മൾ ഉറപ്പിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്, ഉറപ്പായിട്ട്. അതുപോലെ തന്നെ ഉറപ്പില്ലായ്മയെ കാണിക്കാനായിട്ട് കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. അതുപോലെ സമ്മതം, സ്വീകൃതി, കാരണം, എന്തുകൊണ്ട്, അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലുള്ളത്, നിഷേധം, നഹീം, ന എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മൾക്ക് എങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്ന തരത്തിലുള്ളതാണ് നമ്മൾ ഈ വിശേഷണങ്ങൾ വരുന്നത്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉസ് ദിൻ മെഹമാൻ അചാനക് പഹുഞ്ചെ. അപ്പം അചാനക് എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിവാചക ക്രിയാവിശേഷമാണ് അചാനക് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എന്നുള്ള അർത്ഥം, അചാനക് പെട്ടെന്നെത്തി. ഉസ് ദിൻ മെഹമാൻ അചാനക് പഹുഞ്ചെ. അപ്പോൾ ആ ക്രിയ പഹുഞ്ചെ എന്ന് പറയുന്ന ക്രിയയോട് വിശേഷിപ്പിച്ചു അചാനക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഗാഡി പ്ലാറ്റ്ഫോം പർ അചാനക് ആ ഗയി. നമുക്ക് ട്രെയിൻ വേണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് തന്നെ എത്തി എന്ന് പറയാം, അചാനക് ആ ഗയി. ഗാഡി, റെയിൽഗാഡി പ്ലാറ്റ്ഫോം പർ അചാനക് ആ ഗയി. അതുപോലെ തന്നെ ഹം യഥാശക്തി പ്രയാസ് കരേങ്കെ. ഞങ്ങൾക്കൊത്ത വിധം, അതായത് ശക്തിക്ക് ഒത്ത വിധം അവിടെ പ്രയത്നിക്കും. ഇപ്പോൾ യഥാശക്തി എന്ന് പറയുന്നത് നമുക്ക് രീതിവാചക ക്രിയാവിശേഷമാണ്. അതുപോലെ വ സച്മുച്ച് ചലാഗയ, അവൻ യഥാർത്ഥത്തിൽ പോയി. സച്മുച്ച് യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സച്മുച്ച്, അതുപോലെ തന്നെ അചാനക് എന്ന് പറയുന്നത്, അതുപോലെ യഥാശക്തി, യകായക്, ഇതൊക്കെ നമുക്ക് രീതിവാചക ക്രിയാവിശേഷങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഇവിടെ രീതിവാചക ക്രിയാവിശേഷണങ്ങൾ അതിൻ്റെ രീതി, സമ്പ്രദായം, ഏത് പ്രകാരം എന്നതിനെക്കുറിച്ചെല്ലാം ബോധമുണ്ടാക്കുന്നതാണ് നമ്മുടെ രീതിവാചക ക്രിയാവിശേഷണങ്ങൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ധീരെ ധീരെ ഉണ്ട്, ഫട്ടാഫട്ട് ഉണ്ട്, ദടാദടുണ്ട്, അങ്ങനെ വാസ്തവമേ, വിശേഷ്കർ, ടീക്ക്, സച്ച്, മത്ത് തുടങ്ങിയവ നമുക്കതിന് ക്രിയാവിശേഷണങ്ങളായിട്ട് പറഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ നിശ്ചയത്തെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. നമുക്ക് അവശ്യ, തീർച്ചയായിട്ടും, ടീക്ക്, അതുപോലെ സച്മുച്ച്, ജരൂർ, ഇതെല്ലാം നമ്മൾ ആ ഉറപ്പിനെ അല്ലെങ്കിൽ നിശ്ചയത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് ക്രിയാവിശേഷങ്ങളാണ്. അതുപോലെ ഉറപ്പില്ലായ്മയെ സൂചിപ്പിക്കാനായിട്ടും കുറച്ച് വരുന്നുണ്ട്. നമുക്ക് കഥാചിത്, ഷായത്. കഥാചിത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ. ഷായത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ, ഉറപ്പില്ല. അതുപോലെ തന്നെ സംഭവതഃ, മിക്കവാറും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നിശ്ചയത്തെ സൂചിപ്പിക്കുന്നത്, അത് ഉറപ്പിനെ സൂചിപ്പിക്കുന്നത്, ഉറപ്പില്ലായ്മയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ക്രിയാവിശേഷമുണ്ട്. അതുപോലെ നമ്മൾ ശരി, സമ്മതം എന്ന് പറയുന്ന തരത്തിലുള്ള ഹാം, ജി, ടീക്ക്, സച്ച്, അത് സ്വീകൃതി അല്ലെങ്കിൽ അത് സമ്മതത്തെ കാണിക്കുന്നതായിട്ടുള്ള കുറച്ച് ക്രിയാവിശേഷങ്ങളാണ്. അതുപോലെ തന്നെ കാരണത്തെ കാണിക്കുന്നതുണ്ട്. കാരണത്തെ സൂചിപ്പിക്കുന്നത് ഇസ്ലിയെ, അതുകൊണ്ട്, ഇന്ന കാരണം കൊണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പറയാം അതയവ, അതുകൊണ്ട്. അതുപോലെ തന്നെ ക്യോം, എന്തുകൊണ്ട്, കിസ്ലിയെ, എന്തിനു വേണ്ടി, അതഹ, അതുകൊണ്ട്. അപ്പോൾ ആ കാരണത്തെ കാണിക്കുന്നതായിട്ടുള്ള കുറച്ച് ക്രിയാവിശേഷങ്ങളുണ്ട്. അതുപോലെ നിഷേധത്തെ കാണിക്കുക, വേണ്ട, ഇല്ല, അരുത് എന്നുള്ള അർത്ഥം. നഹീം, മത്ത്, ന. അപ്പോൾ അത് നിഷേധത്തെ കാണിക്കുന്നതായിട്ടുള്ള രീതിവാചക ക്രിയാവിശേഷനാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പറയുന്നുണ്ട് തോ, ഹി,
ഭർ തക് മാത്ര. അപ്പോൾ രീതിവാചകനെ നമ്മൾ പല രീതിയൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ പല പ്രകാരത്തിൽ തന്നെ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് രീതിവാചക ക്രിയാവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ രീതിവാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാക്കി രീതി കാ ബോധ ഹോത്താ ഹെ. जिन क्रिया विशेषणों से क्रिया की रीति का बोध होता है उसे രീതിവാചക വിശേഷൻ कहता है. അതിനാണ് നമ്മൾ രീതിവാചക വിശേഷം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പർത്തക്യ അനുസാർ നമ്മൾ 4 പോയിൻ്റാണ് പഠിച്ചത്. കാലവാചക, സ്ഥാനവാചക, പരിമാണവാചക, രീതിവാചക. അടുത്തത് നമുക്ക് रूप अथवा रचना के विचार से क्रियाविशेषण 3 प्रकार के होते हैं. ഇനി രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രചനയുടെ അടിസ്ഥാനത്തിൽ ക്രിയാവിശേഷണം 3 തരമായിട്ടുണ്ട്. രൂപത്തിൻ്റെ അല്ലെങ്കിൽ രചനയുടെ അടിസ്ഥാനത്തിൽ ക്രിയാവിശേഷൻ 3 തരത്തിലുണ്ട്. ആദ്യത്തെ മൂല ക്രിയാവിശേഷനാണ്, രണ്ടാമത്തെ യൗഗിക ക്രിയാവിശേഷൻ, മൂന്നാമത്തെ സ്ഥാനീയ ക്രിയാവിശേഷൻ. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ രൂപത്തിൻ്റെ അല്ലെങ്കിൽ രചനയ്ക്ക് അനുസരിച്ച് रचना के विचार से അല്ലെങ്കിൽ रचना के अनुसार क्रियाविशेषण 3 प्रकार के होते हैं. मूल क्रियाविशेषण, यौगिक क्रियाविशेषण, स्थानीय क्रियाविशेषण. ഇതിലെ മൂല ക്രിയാവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? मूल क्रियाविशेषण किससे कहते हैं? जो अव्यय स्वयं ही क्रियाविशेषण है और किसी अन्य शब्द के संयोग से निर्मित नहीं है उन्हें मूल क्रियाविशेषण कहते हैं. എന്താണ് മൂലക്രിയാവിശേഷൻ? അപ്പോൾ ഏത് അവ്യയമാണോ അല്ലെങ്കിൽ ഏത് അവികാരി ശബ്ദമാണോ സ്വയം ഈ ക്രിയാവിശേഷൻ ഹേ, അത് സ്വയം അത് ക്രിയാവിശേഷണമാണ്. കിസി അന്യ ശബ്ദക്ക് സംയോഗസേ നിർമ്മിത നഹി ഹേ, വേറെ ഏതെങ്കിലും വേർഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല, അത് സ്വയം ഒരു ക്രിയാവിശേഷണമാണ്. കിസി അന്യ ശബ്ദക്ക് സംയോഗ് സേ നിർമ്മിത നഹി ഹെ, വേറെ ഏതെങ്കിലും വേർഡ്സ് കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒന്നല്ല. അതിനെയാണ് നമ്മൾ മൂലക്രിയാവിശേഷൻ कहते हैं. അത് നമ്മൾ മൂലക്രിയാവിശേഷൻ എന്ന് പറയുന്നു. അതായത് ബേസിക്കായിട്ടുള്ളത്, അത് ക്രിയാവിശേഷണം തന്നെയാണ്, വേറൊരു വേർഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല. അതിനെ നമ്മൾ മൂലക്രിയാവിശേഷൻ എന്ന് പറയുന്നു. ജൈസെ ദൂർ, പാസ്, ന, നഹീം, മത്, ആകെ, പീച്ചെ, ധീരെ, തേജ് ആദി. അപ്പോൾ ഇതിൽ വരുന്ന മൂലക്രിയാവിശേഷനിൽ വരുന്നതാണ് ദൂർ, പാസ്, ന, നഹി, മത്, ആകെ, പീച്ചെ, ധീരെ, തേജ് ആദി. ഇപ്പോൾ രചനയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ആദ്യത്തെ പോയിൻ്റാണ് മൂലക്രിയാവിശേഷം എന്ന് പറയുന്നത്. ജാവി സ്വയം ഹി ക്രിയാവിശേഷൻ ഹേ കിസി അന്യ ശബ്ദക്കെ സംയോഗ് സേ നിർമ്മിത നഹി ഹേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൂർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. ദൂർ ചലോ, അതിലേക്ക് പോകാൻ പറയുമ്പോൾ, അപ്പോൾ ആ ചലോ എന്നുള്ളതിനെ നമ്മൾ തും ദൂർ ചലോ എന്ന് പറയുമ്പോൾ ആ ചലോ എന്ന് പറയുന്ന ക്രിയേനെ നമ്മൾ വിശേഷിപ്പിക്കണം ദൂർ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ പാസ്, അതുപോലെ ന, നഹി, മത്, ആഘെ ചലോ, പീച്ചെ ചലോ, ധീരെ ചലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വെർബിനെ നമ്മൾ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അത് അടിസ്ഥാനപരമായിട്ട് അങ്ങനെ തന്നെയാണ്, വേറൊരു വേർഡുമായിട്ട് കൂടിച്ചേരുന്നതല്ല. അതാണ് നമ്മളെ മൂലക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അടുത്തത് അതിൽ വരുന്നത് യൗഗിക ക്രിയാവിശേഷണമാണ്. യൗഗിക എന്ന് പറഞ്ഞാൽ യോഗസേ ബൻതേഹി, അതായത് കൂടിച്ചേരലാണ് വരുന്നത്. 2 വേർഡുകൾ നമ്മൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്താണ് യൗഗിക ക്രിയാവിശേഷൻ? जो क्रियाविशेषण अन्य शब्दों के योग से बनते हैं. അപ്പോൾ ഏത് ക്രിയാവിശേഷണമാണോ മറ്റുള്ള വേർഡ്സ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത്, ഉന്നെ യൗഗിക ക്രിയാവിശേഷൻ कहते हैं, അതിനെ യൗഗിക ക്രിയാവിശേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ ആദ്യത്തേൽ പറഞ്ഞത് കിസി അന്യ ശബ്ദോക്കെ സംയോഗസേ നിർമ്മിത നഹി ഹെ എന്നാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞത്. ഇത് നേരെ തിരിച്ചാണ്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ജോ ക്രിയാവിശേഷൻ അന്യ ശബ്ദോക്കെ योग से बनते हैं, വേറെ വേർഡ്സ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് യൗഗിക ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. യൗഗിക ക്രിയാവിശേഷൻ അനേക പ്രകാർ സേ ബൻതേ ഹെ. ഈ യൗഗിക ക്രിയാവിശേഷൻ ഒരുപാട് വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, പലതരത്തിൽ നമുക്കത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജൈസെ
സപ്ന സെ നൗണിൽ നിന്നുണ്ടാക്കാൻ പറ്റും. സർവനാം സെ, വിശേഷൻ സെ, ക്രിയാ സെ. അപ്പോൾ നമ്മുടെ വികാരി ശബ്ദത്തിൽ വരുന്ന സപ്ന, സർവനാമ, വിശേഷൻ, ക്രിയ, ഇത് 4ൽ നിന്നും നമുക്ക് യൗഗിക ക്രിയാവിശേഷണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യൗഗിക ക്രിയാവിശേഷൻ കൈസെ ബൻതേ ഹെ, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ചോദിക്കാവുന്നതാണ്. അപ്പോൾ സപ്ന സെ, സർവനാം സെ, വിശേഷൻ സെ, ക്രിയാ സെ. ഇനി നൗണിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നൗണിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് യഥാശക്തി. യഥാ പ്ലസ് ശക്തി 2 വേർഡാണ്. യഥാശക്തി അല്ലെ ദിൻ ബർ, ദിൻ ബർ അല്ലെ ക്രമശഃ, ശാം തക് ആദി. അതുപോലെ നമുക്ക് പ്രേമപൂർവക, പ്രേം പ്ലസ് പൂർവകമാണ്. അതുപോലെ അൻജാനെ, ദിൻ രാത്ത്, രാത്ത് ബർ, ധീരെ ധീരെ, അതൊക്കെ 2 വേർഡുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നൗണിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? യൗഗിക ക്രിയാവിശേഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തത് സർവനാംസെ. പ്രോനൗണിൽ നിന്ന് നമുക്ക് യൗഗിക ക്രിയാവിശേഷം ഉണ്ടാക്കാൻ സാധിക്കും. 2 വേർഡ് കൂടിച്ചേരുമ്പോഴാണ് യൗഗിക ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? സർവനാമത്തിൽ നിന്ന് യഹ് ശബ്ദ്. യഹ് ശബ്ദ് എന്നുള്ളത് നമുക്ക് യഹാം, യോം, യഹിം എന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യഹ് എന്നുള്ള സർവനാമത്തിൽ നിന്ന് പ്രോനൗണിൽ നിന്ന് നമുക്ക് യൗഗിക ക്രിയാവിശേഷം ഉണ്ടാക്കാൻ പറ്റും. യഹാം, യോം, യഹിം എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വഹ് എന്നുള്ള വേർഡാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വഹാം, വഹീം എന്നുണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വിശേഷണത്തിൽ നിന്നാണ്. വിശേഷൻസെ. ഇവിടെ ചുപ്ചാപ്പ്, ചുപ്കെ, പഹലെ, ഭൂൽസെ. ചുപ്ചാം, ചുപ് പ്ലസ് ചാം, ചുപ്ചാം. അപ്പോൾ 2 വേർഡ് കൂടി ചേരുമ്പോൾ വിശേഷണത്തിൽ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി ചുപ്കെ, പഹലെ, ഭൂൽസെ. ഇതെല്ലാം വിശേഷണങ്ങളിൽ നിന്ന് നമുക്ക് യൗഗിക ക്രിയാവിശേഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് ക്രിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ക്രിയാസെ ബൻതി ഹെ. എങ്ങനെയാണ്? ചാഹേ, ഉഡ്തേ ഹുയേ, ജാത്തേ ജാത്തേ. അതുപോലെ ക്രിയയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 2 വേർഡ്സ് കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ യൗഗിക ക്രിയാവിശേഷണം ഉണ്ടാകുന്നത്. जो क्रियाविशेषण अन्य शब्दों के योग से बनते हैं. വേറെ വേർഡുകൾ അവിടെ കൂടിച്ചേരുന്നു. അങ്ങനെയാണ് നമുക്ക് യൗഗിക ക്രിയാവിശേഷൻ ഉണ്ടാകുന്നത്. ഇതിലെ 3ാമത്തെ പോയിന്റ് പറയുന്നത് സ്ഥാനീയ ക്രിയാവിശേഷനാണ്. എന്താണ് സ്ഥാനീയ ക്രിയാവിശേഷൻ? जो अव्यय वस्तुतः क्रियाविशेषण नहीं अपितु संज्ञा, सर्वनाम आदि शब्द भेद है और बिना विकृत हुए प्रसंगवश क्रियाविशेषण के समान प्रयुक्त हुए हैं, उन्हें स्थानीय क्रियाविशेषण कहते हैं. എന്താണ് സ്ഥാനീയ ക്രിയാവിശേഷൻ? ഏത് അവ്യയമാണോ, അതായത് വസ്തുത ക്രിയാവിശേഷൻ നഹി, അത് വാസ്തവത്തിൽ ക്രിയാവിശേഷണമല്ല. അഭിതു സജ്ഞ, സർവനാം ആദി ശബ്ദ ഭേദ ഹെ. നൗണിൻ്റെയും പ്രോനൗണിൻ്റെയും വേർഡ്സിൽ വരുന്ന മാറ്റമാണ്. അവർ ബിന വികൃത് ഹുയേ, അത് മാത്രമല്ല ബിന വികൃത്, ബിന പരിവർത്തൻ, അതായത് മാറ്റമില്ലാതെ, ബിന പരിവർത്തൻ ഹുയേ, മാറ്റങ്ങളില്ലാതെ, ചേഞ്ച് ഇല്ലാതെ, പ്രസംഗവശ്, സന്ദർഭവശാല്, ക്രിയാവിശേഷൻ കെ സമാൻ, ക്രിയാവിശേഷണത്തിന് സമാനമായിട്ട് അവിടെ പ്രയോഗകർത്തേ ഹേ, പ്രയുക്ത ഹുയേ ഹേ, പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥാനീയ ക്രിയാവിശേഷം എന്ന് പറയുന്നത് ആ അവ്യയം ക്രിയാവിശേഷണമല്ല, പക്ഷേ നൗണിൻ്റെയും പ്രോനൗണിൻ്റെയും ഒരു വകഭേദമാണ്. അത് ചേഞ്ച് കൂടാതെ നമ്മുടെ സന്ദർഭവശാൽ അവിടെ ക്രിയാവിശേഷണമായിട്ട് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാവിശേഷണത്തിന് സമാനമായിട്ട് അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ജൈസെ വഹ് കാക് ദൗഡേഗ. इस वाक्य में खाक शब्द सचना है, किंतु यहाँ पर क्रिया विशेषण सा प्रयुक्त हुआ है.
ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സ്ഥാനീയ ക്രിയാവിശേഷം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിനനുസരിച്ച് സന്ദർഭവശാലാണ് അവിടെ ക്രിയാവിശേഷണത്തിന് സമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ നൗണായിരിക്കുക അല്ലെങ്കിൽ പ്രോനൗണായിരിക്കുക. പക്ഷേ അവിടെ നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് അവിടെ ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്ഥാനീയ ക്രിയാവിശേഷം എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിൽ ദൗഡേക എന്ന് പറഞ്ഞ ക്രിയയ്ക്ക് വിശേഷമായിട്ട് വരുന്ന കാക്ക് എന്നുള്ള വേർഡാണ്. ആ കാക്ക് എന്ന് പറയുന്ന സൗണ്ട് നൗണാണ്. ഇവിടെ ക്രിയാവിശേഷമായിട്ടാണത് പ്രയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ रूप और रचना के अनुसार क्रिया विशेषण के कितने भेद होते हैं इसके बारे में पढ़ा। यहाँ 3 भेद होते हैं: मूल क्रिया विशेषण, यौगिक क्रिया विशेषण, स्थानीय क्रिया विशेषण. അതിൽ ആദ്യത്തെയാണ് നമ്മൾ മൂലക്രിയാവിശേഷം എന്ന് പറഞ്ഞത്. അത് പറയുന്നുണ്ട് जो भी स्वयं ही क्रियाविशेषण है. ആ വേർഡ് സ്വയം ഒരു ക്രിയാവിശേഷണമാണ്. लेकिन किसी अन्य शब्द के मेल से निर्मित नहीं है, योग से അല്ലെങ്കിൽ संयोग से निर्मित नहीं है. उसे मूल क्रियाविशेषण कहता है. അവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ദൂർ, പാസ്, ആകെ പീछे ധീരെ തുടങ്ങിയവയൊക്കെ മൂലക്രിയാവിശേഷനാണ്. അങ്ങനെ തന്നെ ക്രിയാവിശേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ യൗഗിക ക്രിയാവിശേഷനാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത്. അതിൽ പറയുന്നുണ്ട് ജോ ക്രിയാവിശേഷൻ अन्य शब्दों के योग से बनते हैं. മറ്റുള്ള വേർഡ്സ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് യൗഗിക ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൗഗിക ക്രിയാവിശേഷൻ അനേക പ്രകാർ സെ ബനത്തെ हैं. ഒരുപാട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് 4 തരത്തിൽ നമ്മൾ പഠിച്ചു: സറ്റ്നാസെ, സർവനാംസെ, വിശേഷൺസെ, ക്രിയാസെ. ഈ 4 തരത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്ഥാനീയ ക്രിയാവിശേഷനാണ്. क्रियाविशेषण नहीं, लेकिन सपना श्रवण आदि शब्द का शब्द भेद है. बिना परिवर्तन के बिना प्रसंगवश क्रियाविशेषण के समान प्रयोग करते हैं. അതാണ് സ്ഥാനീയ ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് अर्थ के आधार पर क्रियाविशेषण के भेदिലെ ലാസ്റ്റ് പോയിൻ്റായിട്ടുള്ള രീതിവാചകം നമ്മൾ അതോടൊപ്പം പഠിച്ചു. രീതിവാചകം എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് രീതിക്ക് ബോധം ഹോത്താ ഹെ, അതെങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ്. ഏത് രീതി, ആ രീതിയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതാണ് രീതിവാചക ക്രിയാവിശേഷം എന്നും പഠിച്ചു. അതിൽ കുറേ ക്രിയാവിശേഷണങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ എന്നുള്ളതിൽ കുറേ ക്രിയാവിശേഷണങ്ങൾ ഏതെല്ലാം തരത്തിൽ നമുക്കത് എഴുതാൻ പറ്റും. ഉറപ്പിനെ കാണിക്കുന്നതുണ്ട്, ഉറപ്പില്ലായ്മയെ കാണിക്കുന്നുണ്ട്, സമ്മതത്തെ കാണിക്കുന്നുണ്ട്, കാരണത്തെ കാണിക്കുന്നുണ്ട്, നിഷേധത്തെ കാണിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രീതിവാചക ക്രിയാവിശേഷം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ക്രിയാവിശേഷൻ തന്നെ. അതിൽ പ്രयोग के विचार से क्रियाविशेषण कितने प्रकार के होते हैं, ये क्या क्या है, ഇതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.